ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേകാല പ്രിയ ജോൺ ഐസക് പാസ്റ്റർക്കും വേഗമരുന്നനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹം ദിനത്തെ അറിയിക്കുന്നു. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയിൽ എനിക്കും ദൈവമക്കളോട് ഒരുമിച്ചായിരിക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ ക്രിസ്തുവിൽ സന്തോഷിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ദൈവപ്രവൃത്തി ഇന്ന് രാത്രിയിലും നമ്മൾ ഇരിക്കുന്നിടത്ത് ശക്തിയോടുകൂടെ വെളിപ്പെട്ട് വരട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മൾ ഏതെങ്കിലും വിഷയത്താൽ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ദൈവവചനം നമുക്ക് പ്രത്യാശയും ബലവും ആത്മീയ വളർച്ചയും ഇന്ന് രാത്രി നൽകുവാൻ ദൈവം സഹായിക്കും. അതിവേഗമോടുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രിയിൽ ഓരോ വ്യക്തികളുടെ ജീവിതത്തിന്മേലും അതിശക്തിയോടുകൂടെ വെളിപ്പെടട്ടെ. രോഗികളായി ആരെങ്കിലും ആയിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ രോഗങ്ങൾ മാറി സൗഖ്യമാകട്ടെ എന്ന് പ്രാരംഭമായിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ ശാരീരികമായിട്ട് ക്ഷീണിതരായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് വേദനിക്കുന്നുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവന്റെ ഉടമസ്ഥനായ, നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകുന്ന നസ്രനായ യേശു നമ്മൾ എവിടെ ഇരിക്കുന്നോ അവിടെ അവൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റൂമുകളിൽ നമ്മൾ ഇരിക്കുന്ന അടുത്ത് ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യം ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അത്ഭുത കരം, ആണിപ്പാടേറ്റ കരം നമ്മുടെ ഓരോരുത്തരുടെയും ശിരസിൽ ഇന്ന് രാത്രി വയ്ക്കുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതിനിടയ്ക്ക് ദൈവം തരുന്ന അനുഭവങ്ങൾ ഞാൻ പറയാനും ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ്. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ഒരുപോലെ കാത്തിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു കർത്താവിൻ്റെ മടങ്ങിവരവ്. ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത തന്നെ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. അതിൻ്റെ പ്രത്യേകത യേശു കർത്താവ് മേഘങ്ങളിൽ വെളിപ്പെടുമ്പോൾ നമ്മെ ഓരോരുത്തരെയും അവനോടുകൂടെ ചേർത്ത് കൊള്ളുമെന്നുള്ള പ്രത്യാശയാണ് നമ്മളെ ഇന്നും വഴി നയിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ക്ഷീണമുണ്ടാകാം, രോഗമുണ്ടാകാം, പലവിധത്തിലുള്ള നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകാം. പക്ഷേ യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ മൺമയമായത് മാറി വിൺമയമായത് ധരിപ്പിച്ച് നമ്മളെ അവൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളുമെന്നുള്ള പ്രത്യാശയാണ്. നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിലും അതൊക്കെ മറന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും അവർ ആരാധിച്ചതിന് കാരണം അവരുടെ ശരീരത്തിനല്ല അവർ ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. അവർ കൊടുത്തത് അവരെ വിളിച്ച് വേർതിരിച്ച ദൈവത്തെ മഹത്വം കൊടുക്കുക എന്നുള്ളതായിരുന്നു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ അവരെ ബന്ധിച്ചിരുന്ന ബന്ധനങ്ങളെല്ലാം, ചങ്ങലകളെല്ലാം, അടിസ്ഥാനങ്ങളെല്ലാം അഴിഞ്ഞു മാറുവാൻ തുടങ്ങിയതുപോലെ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ, ചിലപ്പോൾ ഇതൊരു സൂം മീറ്റിംഗ് ആയിരിക്കാം, പക്ഷെ നമ്മളിരുന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത കരം നമ്മൾ ഇരിക്കുന്നിടത്ത് ഇറങ്ങി വരികയും നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവം നമ്മെ സൗഖ്യമാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി മുന്നിലുള്ളത്. യേശു ക്രിസ്തു മടങ്ങി വരുന്നത് ഇനി മേഘങ്ങളിലാണ്. രണ്ട് പ്രാവശ്യമായിട്ടാണ് യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവുള്ളത്. ഒന്ന്, യേശു ക്രിസ്തു മേഘങ്ങളിൽ സഭയ്ക്കു വേണ്ടി വരുന്നു, സഭയെ എടുത്തുകൊള്ളുവാനായി വരുന്നു. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. അവിടെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും
ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാമോ അവനോടുകൂടെ രൂപാന്തരം പ്രാപിച്ചെടുത്തുകൊള്ളപ്പെടും. യേശുവിന്റെ പുനരാഗമനത്തിന് 2 ഘട്ടങ്ങൾ. ഒന്ന്, യേശു കർത്താവ് അവന്റെ രക്തത്താൽ വീണ്ടെടുക്കൽ പ്രാപിച്ച, അവന്റെ രക്തത്താൽ വിലയ്ക്ക് മേടിച്ച ദൈവജനത്തെ, എന്ന് പറഞ്ഞാൽ ദൈവസഭയെ, യൂണിവേഴ്സൽ ചർച്ച ആയിരിക്കുന്ന, പാസ്റ്റർ നേരത്തെ പറഞ്ഞു, ഒരു ഡിനോമിനേഷണൽ ഒരു ഡിഫറൻസും ഇല്ല, എല്ലാവരും ഒരുപോലെ രക്ഷിക്കപ്പെട്ട ദൈവ മക്കളുടെ കൂട്ടത്തെ അവൻ ചേർത്തുകൊള്ളുവാൻ വീണ്ടും മടങ്ങി വരും. ആ മടങ്ങി വരുമ്പോൾ യേശു വെളിപ്പെടുന്നത് മേഘത്തിലാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വാക്യമാണ് നമുക്കിപ്പോൾ വായിക്കാൻ കഴിഞ്ഞത്. അതിന്റെ 2ാമത്തെ ഘട്ടം എന്നത് പീഡനത്തിന്റെ അവസാനത്തിൽ, ഗ്രേറ്റ് ട്രിബുലേഷനും 2 മഹാപീഡനവും കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ ഘട്ടത്തിൽ 7 വർഷം കഴിയുമ്പോൾ യേശു കർത്താവും തന്റെ വിശുദ്ധന്മാരുമായി, സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, അവന്റെ പാദം വിശുദ്ധന്മാരുമായി ഇറങ്ങി വന്ന് ഒലിവുമലയിൽ ചവിട്ടും. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 33-ൽ എഴുതിയിരിക്കുന്നത് പോലെ, ആ ഒലിവുമലയിൽ അവൻ ചവിട്ടുമ്പോൾ അവന്റെ സിംഹാസനം, തേജസ്സിന്റെ സിംഹാസനം ഒലിവുമലയിൽ അവൻ വയ്ക്കും. അതാണ് 2ാമത്തെ ഘട്ടം. അപ്പോൾ ഇനി കർത്താവിന്റെ വരവെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എത്ര സിംഹാസനങ്ങളാണ് ഇന്നും കർത്താവിന്റെ വരവ് മുതൽ സ്ഥാപിക്കാൻ പോകുന്നത്? പെട്ടെന്ന് കമ്പി വാചകം പോലെ നമ്മുടെ മുമ്പിലുള്ള സമയത്തിനുള്ളിൽ പറഞ്ഞ് തീർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമുക്ക് വായിക്കാം 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 10 മുതൽ, 3-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ചിലരൊക്കെ പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവ് കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കർത്താവ് ഒരിക്കലും കള്ളനെ പോലെ വരത്തില്ല. അവൻ മോഷ്ടിക്കാനല്ല വരുന്നത്, അവൻ മുടിക്കാനല്ല വരുന്നത്. മോഷ്ടിപ്പാനും അറിപ്പാനും മുടിപ്പാനും വരുന്നവനാണ് കള്ളൻ. യേശു കർത്താവ് വരുന്നത് കള്ളനെ പോലെയല്ല. യേശു കർത്താവ് വരുന്നത് രാജാതി രാജാവായിട്ടാ. യേശു കർത്താവ് വരുന്നത് തന്റെ ജനത്തെ ചേർക്കാനാ. യേശു കർത്താവ് വരുന്നത് അവന്റെ മക്കളെ ചേർക്കാനാ. യേശു കർത്താവ് വരുന്നത് അവന്റെ സ്വത്ത് എടുത്തോണ്ട് പോകാനാ. യേശു കർത്താവ് വരുന്നത് അവന്റെ രക്തത്താൽ വിലക്ക് മേടിച്ച അവന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് കൊള്ളാനാ. കള്ളനെ പോലെയല്ല വരുന്നത്. ആ ദിവസം അവിടെ വ്യക്തമായിട്ട് എല്ലാ മേഖലകളിലും ഒരിടവും കള്ളനെ പോലെ വരുമെന്ന് എഴുതിയിട്ടില്ല. എന്നാൽ പറഞ്ഞു അങ്ങനെ ആയതാണ്. ആ ദിവസം, കർത്താവിന്റെ ദിവസമോ, ആ ദിവസം കള്ളനെ പോലെ വരും. ആ ദിവസം, ആ ഡേ ആണ്, ആ ദിവസമാണ് കള്ളനെ പോലെ വരുന്നത്. ആ ദിവസമാണ് കള്ളനെ പോലെ വെളിപ്പെടുന്നത്. അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ, ആ ദിവസം കള്ളനെ പോലെ വെളിപ്പെടും. പക്ഷേ യേശു വരുന്നത്, ദിവസം വെളിപ്പെടും, പക്ഷെ യേശു വരുന്നത് രാജാതി രാജാവായിട്ടാ. അത് എവിടെ എഴുതിയിരിക്കുന്നു എന്ന് ചോദിച്ചാല്, ഇവിടെ നമുക്ക് ആ വെളിപ്പാട് പുസ്തകം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ഓക്കെ, ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ വായിക്കാം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഇതാ ഏത് വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഇത് ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. മേഘങ്ങളിൽ യേശു വെളിപ്പെടുമ്പോൾ ആരും അവനെ കാണത്തില്ല, ആരും കാണത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, യേശു കർത്താവ് മേഘങ്ങളിൽ വെളിപ്പെടുമ്പോൾ അവനെ ആരും കാണത്തില്ല. എന്നാൽ വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവമക്കൾ അവന്റെ കാഹള ശബ്ദം കേൾക്കും. വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവമക്കളുടെ ചെവികളിൽ അവന്റെ കാഹള ശബ്ദം മുഴങ്ങും. അപ്പോൾ ശബ്ദം മുഴങ്ങുമ്പോൾ എന്തോ സംഭവിക്കും? യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നവർ എടുത്തുകൊള്ളപ്പെടുമ്പോൾ ഭൂമിയിൽ ഇങ്ങനൊരു വാർത്ത പരക്കും. മറിയാമെ കാണാനില്ല, ചാക്കോച്ചനെ കാണാനില്ല, തങ്കമ്മയെ കാണാനില്ല, ഇവാഞ്ചലിസ്റ്റ് ജെയിംസ് പാപ്പിച്ചാനെ കാണാനില്ല. ഇങ്ങനെ ഓരോരുത്തരെയും കാണാനില്ല എന്ന് പറയും. എന്തുകൊണ്ട്? ദൈവവചനം അറിയാമെന്നുള്ള തള്ളപ്പെട്ടു പോയവർ തിരിച്ചറിയും,
ഇത് മറ്റൊന്നുമല്ല. കാണാനില്ലെന്ന് അറിയുന്നത്, കാണാനില്ലെന്ന് വാർത്ത വന്നത് മറ്റൊന്നുമല്ല. ഈ യേശുവിൽ വിശ്വസിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ യേശു കർത്താവ് അവർക്ക് വേണ്ടി മേഘങ്ങളിൽ വെളിപ്പെട്ടു. അവന് വേണ്ടി കാത്തിരുന്നവർ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെട്ടു. അപ്പോൾ തള്ളപ്പെട്ടു പോയവർ വേദനിക്കാൻ തുടങ്ങും, അവർ കണ്ണുനീരൊഴുക്കാൻ തുടങ്ങും, അവർ നിലവിളിക്കാൻ തുടങ്ങും. കാരണം അവർ കൈവിടപ്പെട്ടു പോയി, അവർ കൈവിടപ്പെട്ടു പോയി. അയ്യോ, ഞാൻ എൻ്റെ ദൈവത്തിന്റെ വചനം അനുസരിച്ചില്ലല്ലോ, അല്ലയോ സുവിശേഷകന്മാർ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടില്ലല്ലോ, അംഗീകരിച്ചില്ലല്ലോ, ഞാൻ തള്ളപ്പെട്ടു പോയല്ലോ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ പലപ്പോഴും പലരും വിളിച്ചു പറഞ്ഞു, യേശു കർത്താവ് മടങ്ങി വരുമെന്ന്, യേശു കർത്താവ് മടങ്ങി വരുമെന്ന് പലരും പ്രസംഗിച്ചു, പലരും വിളിച്ചു പറഞ്ഞു, കവലകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, സഭകളിൽ വിളിച്ചു പറഞ്ഞു, പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഞാൻ അംഗീകരിച്ചില്ല, ഞാൻ വിശ്വസിച്ചില്ല. അല്ലയോ ജനമേ, നമുക്ക് നഷ്ടമായി പോയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ വരവിൽ മേഘങ്ങളിൽ വെളിപ്പെടുമ്പോൾ ഒരുവനെ എടുത്തുകൊള്ളപ്പെടും, മറ്റവൻ തള്ളപ്പെട്ടു പോകും. വയലിലായിരിക്കുന്നവർ ഒരാളെ എടുത്തുകൊള്ളപ്പെടും, മറ്റവൻ തള്ളപ്പെട്ടു പോകും. ഇരുവർ ഇരുകല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തനെ എടുത്തുകൊള്ളപ്പെടും, മറ്റവനെ തള്ളപ്പെടും. ഇരുവേർ ഉറങ്ങിക്കൊണ്ടിരിക്കും, ഒരുവനെ എടുത്തുകൊള്ളപ്പെടും, മറ്റവൻ തള്ളപ്പെട്ടു പോകും. എന്ന് പറഞ്ഞാൽ പൊടിക്കുന്നത് വൈകുന്നേരമായിരിക്കാം, എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വരെ വൈകുന്നേരമാണെങ്കിലും ആകാം. ഉറങ്ങുന്നത് രാത്രിയായിരിക്കാം, എന്ന് പറഞ്ഞാൽ രാത്രിയാണെങ്കിലും യേശു കർത്താവിന്റെ വരവാകാം. വയലിൽ രണ്ടുപേർ വയലിലായിരിക്കും, എന്ന് പറഞ്ഞാൽ പകൽ സമയത്തും യേശു ക്രിസ്തുവിന്റെ വരവാകാം. രണ്ടാമത്തെ അതിന്റെ അർത്ഥം, അമേരിക്കയിൽ ഇപ്പോൾ രാത്രിയായപ്പോൾ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ മോർണിംഗ് ആയി, എന്ന് പറഞ്ഞാൽ സമയ വ്യത്യാസം മനുഷ്യനുണ്ട്. ഇവിടെ അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് മുമ്പേ സർവശക്തനായ ദൈവം തന്റെ വിശുദ്ധ തിരുവെഴുത്തിലൂടെ അറിയിച്ചിരിക്കുകയാണ്, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും. അതായത് ഇപ്പോൾ യേശു കർത്താവ് വന്നാൽ ഇന്ത്യയിൽ പകലാണ്, ഇവിടെ രാത്രിയാ. അപ്പോൾ വചനത്തിന്റെ ആഴമെന്ന് ഓർത്തു നോക്കിയേ. നമ്മുടെ കർത്താവ് വെളിപ്പെടുമ്പോൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും, അത് രാവിലെയാകാം, ഉച്ചയ്ക്കാകാം, വൈകിട്ടാകാം, ക്രിസ്തുവിൽ ജീവിച്ചവർ എടുത്തുകൊള്ളപ്പെടും. അപ്പോൾ ഒന്നാമത്തെ ഭാഗം അതാണ്. അടുത്ത രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ അവിടെ വായിച്ചത്. ഇതാ അവൻ മേഘാരുടനായി വരുന്നു. 7 വർഷത്തെ മേഘവാസം കഴിഞ്ഞ്, മണിയറവാസം കഴിഞ്ഞ്, പ്രാണപ്രിയനോടുള്ള വാസം കഴിഞ്ഞ് യേശുവും വിശുദ്ധന്മാരുമായി വരുന്ന വരവാണ് 7-ാം വാക്യത്തിൽ കാണുന്നത്. ഇതാ അവൻ മേഘാരുടനായി വരുന്നു. ഏത് കണ്ണും കാണും. അതാണ് രണ്ടാമത്തെ വരവ്. ആദ്യത്തെ വരവ് രഹസ്യവരവ്, സീക്രട്ട് കമ്മിങ്. അന്ന് സഭയ്ക്കുണ്ടാകുന്നത് ഉൽപ്രാവണമാണ്. ഈ വരുന്നതാണ് രണ്ടാമത്തെ വരവ്. ഈ വരവിൽ ഏത് കണ്ണും കാണും, എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ രാജാക്കന്മാരും കാണും, ഈ ഭൂമിയിലെ സകല മനുഷ്യരും കാണും. അത് ചിലപ്പോൾ ടിവിയിലൂടെ കാണും, ചിലപ്പോൾ വാർത്തയിലൂടെ കാണും. ഹല്ലേലൂയ. വൺ ടിപ്പിൽ നമ്മുടെ കൈകളിൽ ഇരിപ്പുണ്ട്. സെക്കൻഡ് കൊണ്ട് നമ്മൾ എല്ലാവരും അറിയും. അപ്പോൾ ഏത് കണ്ണും കാണും. അവനെ കുത്തിത്തുളച്ചവരും എന്ന് പറഞ്ഞാൽ ഇവിടെ തള്ളപ്പെട്ടു പോയ എല്ലാ ട്രൈബ്സും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. തള്ളപ്പെട്ടു പോയ സകല മനുഷ്യരും അവനെ ചൊല്ലി വിലപിക്കും. എന്തിനാ വിലപിക്കുന്നത്? കൈവിടപ്പെട്ടു പോയതിന്റെ ദുഃഖം, കൈവിടപ്പെട്ടു പോയതിന്റെ ദുഃഖം. തള്ളപ്പെട്ടു പോയവർക്ക് കണ്ണുനീരാണ്. എന്നാൽ
യേശുവിനോടൊപ്പം എടുത്തുകൊള്ളപ്പെട്ടവർക്ക് സന്തോഷമാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ശരീരത്തിൽ ക്ഷീണമുണ്ടെങ്കിലും വേദനയുണ്ടെങ്കിലും യേശു കർത്താവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ആ ദൈവം, നമ്മുടെ രക്ഷകനായ ദൈവം മേഘങ്ങളിൽ വെളിപ്പെടുമ്പോൾ നമ്മെ ഓരോരുത്തരെയും എടുത്തുകൊള്ളപ്പെടുമെന്നുള്ള പ്രത്യാശയാണ് നമ്മുടെ സന്തോഷം, നമ്മുടെ ആനന്ദം, നമ്മുടെ ഉല്ലാസം. അത് യേശു ക്രിസ്തുവിലത്രേ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം, കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ദൈവം ജീവിക്കുന്നു, നമ്മുടെ ദൈവം ജീവിക്കുന്നു, നമ്മുടെ രാജാവ് ജീവിക്കുന്നു. അവൻ സൈന്യങ്ങളുടെ അധിപനാണ്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ നമ്മെ കൈവിടുന്ന ദൈവമല്ല, അവൻ നമ്മെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ കരങ്ങളെ അടിച്ച് ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയുകയാണ്. നിങ്ങളുടെ റൂമുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എല്ലാ മേഖലകളിലും അതിശക്തിയോടെ വ്യാപരിക്കുകയാണ്. യേശുവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടബാരകതല ബൗഡവ ശംദരാജന ബൗഡവ ക്ഷൈഡവാന ഹബ്ദുനാബ രഗതന ബൗഡവ ക്ഷൈഡവാന ഹബ്ദുനാബ. അവൻ പറന്നുയരും. അപ്പോൾ നമ്മുടെ പറന്നുയരുന്നതിന്റെ സമയദൈർഘ്യം കണ്ണിമയ്ക്കുന്നിടയിൽ കാഹളനാദം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നിടയിൽ നമ്മൾ രൂപാന്തരം പ്രാപിക്കും. അവിടെ അവൻ മേഘാരൂഢനായി വരുമ്പോൾ അവിടെ അടുത്ത് കാണുന്ന ഒരു വാക്യം ഞാൻ പിന്നെ അടുത്ത് പറയുകയാണ്. പെട്ടെന്ന് കർത്താവിന്റെ പരമന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പെട്ടെന്ന് പറയാം. അത് വായിച്ച് 2 പത്രോസിന്റെ മൂന്നാം അധ്യായം അതിന്റെ 10, 11, 12, 13 പെട്ടെന്ന് വായിക്കാം. ജീവനെ ആഗ്രഹിക്കുകയും 2 പത്രോസ് കർത്താവിന്റെ ദിവസമോ നമ്മൾ വായിച്ചത് തന്നെ. ആകാശം മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ചിലർ താമസം വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതുള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുംമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. അപ്പോൾ അവിടെ ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ, ചിലർ എന്ന് പറഞ്ഞാൽ ആരാ? പത്രോസ് അത് പറയുമ്പോൾ പത്രോസിന് ദൈവം കൊടുത്ത വെളിപ്പാടാ പറയുന്നത്. എന്താ പറയുന്നത്? ചിലർ താമസം എന്ന് വിചാരിക്കുന്നു. സത്യമാ, ഇന്ന് ആർക്കാ വിശ്വാസമുള്ളത്? ഇന്ന് വിശ്വാസമുണ്ടെന്ന് പറയുമ്പോഴും കർത്താവ് ഇപ്പോഴൊന്നും വരത്തില്ലെന്നുള്ളതാണ് പലരും കരുതുന്നത്. പക്ഷേ അത് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വന്നാലും നാളെ വന്നാലും ഇപ്പോൾ വന്നാലും പിന്നെ എപ്പോഴേലും വന്നാലും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയാണ്. കാരണം കർത്താവിന്റെ വചനം പറയുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ മരിച്ചാലും നമുക്ക് പ്രത്യാശയുണ്ട്. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നമുക്കും പ്രത്യാശയുണ്ട്. നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോഴാ കർത്താവ് വരുന്നെങ്കിൽ അതിലും നമുക്ക് നഷ്ടമില്ല. നമ്മൾ രൂപാന്തരം പ്രാപിച്ച് പറന്നുയരും. ഇനി ഇൻ കേസ് മരിച്ചു പോയെന്നിരിക്കട്ടെ, അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ ശരീരം, ഈ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച നമ്മുടെ ശരീരം മണ്ണോട് മണ്ണായി ചേർന്നാലും നമ്മുടെ ശരീരത്തിലെ DNA ഒരിക്കലും മരിക്കുന്നില്ല. DNA എപ്പോഴും ദശലക്ഷം വർഷം മണ്ണിനടിയിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യും, ജീവനോടുണ്ടാകും. DNA മരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം എത്ര എക്സാക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നു, മനുഷ്യനിൽ ആരൊക്കെ മണ്ണോട് മണ്ണ് ചേർന്നാലും, ആകാശത്തിൽ മരിച്ചാലും, തീയിൽ മരിച്ചാലും,
വെള്ളത്തിൽ ലയിച്ചു ചേർന്നാലും മത്സ്യം ഭക്ഷിച്ചാലും എങ്ങനെയൊക്കെ ആകട്ടെ DNA മണ്ണിൽ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ കാഹള ശബ്ദം, അതായത് കർത്താവിന്റെ കാഹള ശബ്ദം മേഘങ്ങളിൽ മുഴങ്ങുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാ? ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും മുമ്പേ നമ്മുടെ പിതാക്കന്മാർ മരിച്ചത്, നമ്മുടെ അപ്പോസ്തലന്മാർ മരിച്ചത്, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ സ്വന്തം അപ്പനമ്മമാർ മരിച്ചവർ, അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി. ഇനി ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും കർത്താവിന്റെ മരവിന് മുമ്പ് മരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അവിടെ പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിൽ മരിച്ചവർ. DNA മരിക്കുന്നില്ലെന്ന് ശാസ്ത്രം ഇപ്പോൾ പറയുന്നുവെങ്കിൽ, ശാസ്ത്രം ഇത് പറയുന്നതിന് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത് പറഞ്ഞിരിക്കുകയാ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാമോ രൂപാന്തരം പ്രാപിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി ഈ ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമ്മൾ ഈ ശരീരത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകൾക്ക്, നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനകൾക്ക് നമുക്കൊരു ആശ്വാസമുണ്ട്. ക്രിസ്തുവിൽ ആശ്വാസമുണ്ട്. എന്താണ് ആ ആശ്വാസം? നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. പക്ഷെ അതിന്റെ ലക്ഷണങ്ങൾ കാണും. അതിനു മുമ്പ് മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിപ്പിച്ചപ്പോൾ മൂലപദാർത്ഥങ്ങൾ കത്തി അഴിഞ്ഞു. ഒരു ഇരുമ്പും കത്തി അഴിയാതെ നിന്നില്ല. അന്ന് ലോകം അതിന് സാക്ഷ്യം വഹിച്ചതാണ്. ഇനി 2, ഇന്നും അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യമുള്ളവരായിട്ടാണ് ജനിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഒരു ആറ്റം ബോംബിന്, അണുബോംബിന് ഇത്രമാത്രം ശക്തി ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, പത്രോസിന്റെ ലേഖനം പറയുന്നു, ഈ ഭൂമിയെ തീക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്ന മിശ്രിതമാണ് വാട്ടർ. ഇത് രണ്ടാകുമ്പോൾ 2 ഭാഗം ജലമായ ഈ രണ്ടാകുമ്പോൾ ഈ ഭൂമിയെല്ലാം നിന്ന് കത്തും. ഇന്ന് ശാസ്ത്രം പറയുന്നു. എന്നാൽ ശാസ്ത്രം പറയുന്നതിന് മുമ്പ് ഒരു വിദ്യാഭ്യാസവും ഇല്ലാതിരുന്ന, ദൈവിക വെളിപ്പാട് പ്രാപിച്ച, ദൈവിക വെളിപ്പാട് കാണുന്ന, ദർശനം കാണുന്ന പത്രോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളോടും ഈ ദൈവത്തിന് ദൈവിക അരുളപ്പാടുകൾ അറിയിക്കുവാനുണ്ട്. നമ്മളോടും ദൈവത്തിന് ദൈവിക മർമ്മങ്ങൾ അറിയിക്കുവാനുണ്ട്. ദൈവത്തിന് നമ്മളോട് ചിലത് സംസാരിക്കാനുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ ആലോചന നമ്മളോടും ദൈവം ഇന്ന് രാത്രിയിലും അറിയിക്കുമെന്ന് ഞാൻ ആത്മാവിൽ ദൈവമക്കളോട് ആലോചന പറയുകയാണ്. ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. അപ്പോൾ അമേൻ, പ്രൈസ് ദി ലോർഡ്. രക്തത്താൽ ജയമെടുക്കുന്നു, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. അടുത്ത് കാണുന്നു, അതിലുള്ള പണികളും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, പണികൾ, കൈപ്പണികൾ, മനുഷ്യർ പണിത സകലതും അഴിവാനുള്ളതായിരിക്കിയാൽ ആകാശം ചുട്ടഴിവാനും. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം ഈ ഭൂമിയെയും ആകാശത്തെയും പുതുതായിട്ടൊന്ന് സൃഷ്ടിക്കാൻ പോകുകയാണ്. ഇതെല്ലാം ബന്ധഴിയും. ദൈവം പുതിയൊരു ആകാശവും പുതിയ ഭൂമിയും ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. എന്തുകൊണ്ട് നമുക്ക് നൽകുന്നു? ആ കാൽവരി ക്രൂശിലെ അവന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത സ്നേഹം. നമ്മൾ എങ്ങനെ അവകാശികളായി? ആ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചത് മുഖാന്തരം നമ്മൾ അവകാശികളായി. ആ കാൽവരി ക്രൂശാണ് അതിന് കാരണമായി തീർന്നത്. നമ്മുടെ കുടുംബത്തിന്റെ മഹിമയോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നുമല്ലായിരുന്നു. കാൽവരി ക്രൂശിൽ അവൻ വെളിപ്പെടുത്തിയ ആ സ്നേഹം. ഇന്ന് രാത്രി എത്ര പേർക്ക് അത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്? അവൻ നമുക്ക് വേണ്ടി മരിക്കാതിരുന്നിരുമെങ്കിൽ, അവൻ തന്റെ ജീവനുള്ള ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെടാൻ നൽകാതിരുന്നിരുന്നുവെങ്കിൽ, അവന്റെ പാപമില്ലാ രക്തം നമുക്ക് വേണ്ടി ചിന്തി തരാതിരുന്നിരുന്നുവെങ്കിൽ നമുക്ക് ഈ രക്ഷ ലഭ്യമാകത്തില്ലായിരുന്നു. എന്നാൽ ഈ പ്രത്യാശ നമുക്കും ലഭ്യമാകത്തില്ലായിരുന്നു.
അപ്പോൾ ഇവയെല്ലാം കത്തി അഴിയുമ്പോൾ ഓർക്കുക, ഇതൊക്കെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ്. യുദ്ധങ്ങളുണ്ടാകും, ക്ഷാമമുണ്ടാകും, ഭൂകമ്പങ്ങളുണ്ടാകും, അസമാധാനത്വമുണ്ടാകും. ഇങ്ങനെ ലോകം മുഴുവനും നശിക്കുവാൻ തുടങ്ങുമ്പോൾ ഒന്നോർക്കുക, നമ്മുടെ പ്രാണപ്രിയന്റെ വരവ് ആസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇവിടെ യേശു കർത്താവിന്റെ ആദ്യത്തെ മേഘപ്രത്യക്ഷതയിൽ എന്ന് പറഞ്ഞാൽ സഭയുടെ ഉൽപ്രാവണത്തിൽ ആദ്യം സംഭവിക്കുന്നത് 2 കൊരിന്ത്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും ആ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നമ്മ എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. ഇനി യേശു കർത്താവ് മേഘങ്ങളിൽ വെളിപ്പെട്ട് തന്റെ ജനം എടുത്തുകൊള്ളപ്പെട്ടാൽ, നമ്മൾ ഒരിക്കൽ കൂടെ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം വായിക്കാം. ഞാൻ അല്ലെ പറയാം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും. എന്തിനാ കർത്താവിന്റെ ഗംഭീരനാദത്തിന്റെ പ്രത്യേകത? കല്ലറകളെ പൊട്ടിക്കും. ലാസറെ എന്ന് പറഞ്ഞപ്പോൾ ലാസർ കല്ലറകളെ പൊട്ടിച്ച് പുറത്തു വന്നു. ലാസറിൽ വ്യാപരിച്ച ദൈവശക്തിയാ കല്ലറകൾ പൊട്ടിയത്, കല്ലറകളെ പൊട്ടിച്ചത്. ആ ഗംഭീരനാദത്തിന്റെ പ്രത്യേകത കല്ലറകളെ പൊട്ടിക്കും. ആ ഗംഭീരനാദത്തിന്റെ പ്രത്യേകത ചങ്ങലകളെ പൊട്ടിക്കും. ജയിലിൽ കിടന്നപ്പോഴും ആ ദൈവ സാന്നിധ്യം ഇറങ്ങിയതേ ഉള്ളൂ, അവരുടെ ചങ്ങലകളും അടിസ്ഥാനങ്ങളും ഇളകി. ആ ദൈവത്തിന്റെ ശക്തി, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലത്തെ ദൈവത്തിന്റെ ശക്തി, ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവശക്തി, ഇവിടെ കയറി വരിക എന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ ഇൻപ ശബ്ദം, ആ ശബ്ദം ഗംഭീരനാദത്തിന്റെ ശബ്ദം. അതിന്റെ പ്രത്യേകത എന്താ? കല്ലറകളിൽ വസിക്കുന്ന വിശുദ്ധന്മാർ കല്ലറകൾ പിളർന്ന് പുറത്തു വരേണ്ടതിന് ഈ ശബ്ദം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കേണ്ട വാക്കുകളാണ് സർവശക്തനായി ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന 2 പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. പ്രധാന ദൂതൻ മീഖായേൽ. എന്തിനാ പ്രധാന ദൂതന്റെ ശബ്ദം? യൂദയുടെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, മോശയുടെ ശരീരവുമായി മേളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ മോശയുടെ ശരീരത്തെ വാദിക്കാൻ തുടങ്ങി. അവൻ ചെയ്ത ചെറിയ തെറ്റാ, കൺഫസ് ചെയ്തു. പക്ഷെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഒരു പിടി ഇരിക്കട്ടെ, അവന്റെ ശരീരത്തിന് വേണ്ടി വാദിച്ചു. എന്നാൽ മീഖായേൽ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ദൈവം നിന്നെ ഭത്സിക്കട്ടെ. ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ അവൻ അവകാശം പറയാൻ ആഗ്രഹിച്ച, അവകാശത്തിന് വേണ്ടി പിടിച്ച ആ ശരീരത്തിൽ നിന്ന് അവന്റെ അവകാശം വിട്ടുപോയി. അവന് ഈ അവകാശം പറയാൻ കഴിഞ്ഞില്ല. കാരണം അവൻ്റെതല്ല, പിശാചിൻ്റെതല്ല, ദൈവത്തിൻ്റെതാ. ഇതുപോലെ നമ്മളിൽ കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ യേശുവിനോട് കൺഫസ് ചെയ്ത് ബൈ ഫെയ്ത്ത് സാന്റിഫൈഡ് ആയിട്ടുണ്ട്. പക്ഷെ എങ്കിലും പിശാച് അവകാശം പറയാൻ ആഗ്രഹിക്കും. അതുകൊണ്ടാണ് അവൻ അവകാശം പറയാൻ പോലും അനുവദിക്കാതെ, അവനിൽ നമ്മളിൽ ഒരു വിരൽ പോലും ഇടാൻ അനുവദിക്കാതെ സ്വർഗത്തിലെ പ്രധാന ദൂതൻ മീഖായേലും കൂടെ ഇറങ്ങി വരികയാ. എന്തിനാണെന്നറിയാമോ? പ്രധാന ദൂതനായി ഊരിപ്പിടിച്ച വാളുമായി വെട്ടണമെങ്കിൽ വെട്ടി മാറ്റേണ്ടതിന് ഇന്ന് രാത്രിയിൽ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും വിഷയത്താൽ നിങ്ങളുടെ ചില മേഖലകളിൽ ബ്ലോക്കായി കിടക്കുന്ന മേഖലകളുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, മീഖായേൽ ദൂതൻ ചെന്ന് വെട്ടി മാറ്റേണ്ടടുത്ത് ഞാൻ അധികാരത്തോടെ കൽപ്പിക്കുന്നു. എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൂതന്മാർ നിങ്ങളുടെ സേവകാത്മാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൽപ്പിക്കുമ്പോൾ
നമ്മൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ, കൽപ്പിക്കാനുള്ള അധികാരം എവിടെ നിന്നാ കിട്ടിയത്? പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തു. പുത്രനായ ക്രിസ്തു നമ്മളെ അഭിഷേകം ചെയ്തു. എങ്ങനെ അഭിഷേകം ചെയ്തത്? നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ടപ്പോൾ, ഗലാത്യ ലേഖനത്തിലൊക്കെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? നാം ക്രിസ്തുവിനെ ധരിക്കുവാൻ സ്നാനപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ നമ്മൾ ധരിച്ചു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നമ്മളിലായി. പിന്നെ എങ്ങനെ നമ്മളിൽ അഭിഷേകം വരുന്നത്? സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, അഭിഷേക തൈലം അഹരോന്റെ തലയിൽ ഒഴിച്ചപ്പോൾ അഹരോന്റെ താടിയിലൂടെ, വസ്ത്രത്തിന്റെ തൊങ്ങലിലൂടെ, വിളിമ്പിലൂടെ അത് ഒഴുകാനിടയായി. അപ്പോൾ അഭിഷേക തൈലം ഒഴിക്കുന്ന തലയിലാ. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിനെ ആരാ അഭിഷേകം ചെയ്തത്? പിതാവായ ദൈവം. നമ്മൾ അവന്റെ ശരീരമായി തീർന്നപ്പോൾ, അവനെ നമ്മൾ ധരിച്ചപ്പോൾ, നമ്മുടെ തല ക്രിസ്തുവായി മാറി. നമ്മുടെ തല ക്രിസ്തുവായി മാറിയപ്പോൾ പിതാവായ ദൈവം അഭിഷേകം ചെയ്ത അഭിഷേകം അവന്റെ മക്കളായ നമ്മളിലേക്കും ഒഴുകുകയാണ്. അങ്ങനെ നമ്മൾ അഭിഷേകമുള്ളവരായി മാറി. അങ്ങനെ നമ്മൾ അഭിഷേകമുള്ളവരായി മാറിയപ്പോൾ നമ്മൾ അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ ദൂതൻ നമ്മുടെ സേവകാത്മാക്കളായി മാറുന്നു. നമ്മൾ അധികാരത്തോടെ കൽപ്പിക്കുക ചെയ്യുന്നത് റിക്വസ്റ്റ് അല്ല. വി കമാൻഡ് ചെയ്യും. അധികാരത്തോടെ പോകാൻ പറയും. ചെന്ന് ദുർഘടങ്ങളെ വെട്ടിമാറ്റ്. ഇന്ന് രാത്രി എത്ര പേർ പറയാൻ തയ്യാറാണ്? നിങ്ങൾ ഏതെങ്കിലും മേഖലകളിൽ ദുർഘടങ്ങൾ അനുഭവിക്കുന്നവരാണോ? ബ്ലോക്കുകൾ അനുഭവിക്കുന്നവരുണ്ടോ? എന്നാൽ ഇന്ന് രാത്രി അധികാരത്തോടെ പറയണം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകിയ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, എല്ലാ സ്ട്രംബ്ലിംഗ് ബ്ലോക്കുകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. റീഖാബനബ ശംദരേബന ഹബ്ദുനാബ രഗദല ബൗഡബ ക്ഷൈഡബാന റീഖാ ജനകര ഹദുനബ രഗന. യേശുവിന്റെ നാമത്തിൽ അധികാരത്തിന്റെ ശക്തി എല്ലാം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവസാന്നിധ്യം നിറയപ്പെടട്ടെ. അതെ, രോഗികളായിരിക്കുന്നവരുടെ മേൽ രോഗസൗഖ്യം വ്യാപരിക്കട്ടെ. അസാധാരണമായി ദൈവശക്തി വ്യാപരിക്കട്ടെ. Power of God. Power of God, power of God, power of God. ശംദര ബൗഡബ രഗദല ബൗഡബ ക്ഷൈഡജ രഗദുനബ ക്ഷംദരേ വന ബൗഡബ. രാത്രി ദൈവമക്കളെ, നമ്മൾ അധികാരത്തോടെ കൽപ്പിക്കും. അപ്പോൾ എനിക്ക് ചില ഭാഗത്തൊക്കെ നിങ്ങളോട് അവിടെയൊക്കെ ദൂത് പറയാനുണ്ട്. എന്നാൽ കർത്താവിന്റെ വരവ് സംസാരിക്കുമ്പോൾ നമുക്ക് ആ സമയം തികയാത്തത് കൊണ്ട് പെട്ടെന്ന് പോകുകയാണ്. അതുകൊണ്ട് എൻ്റെ അനുഭവങ്ങളൊന്നും ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല. പെട്ടെന്ന് ഞാൻ ഈ ഒരൊറ്റ ഭാഗം മാത്രം, കർത്താവിന്റെ ന്യായാസനത്തിന്റെ ഭാഗം പറഞ്ഞ് മാത്രം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അവസാനമായിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രോഗികൾ സൗഖ്യമാകും. അപ്പോൾ ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ ന്യായാസനം, അവിടെ കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതിന് മുമ്പ് കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം എന്തിനെന്നറിയാമോ? സമാഗമന കൂടാരത്തിൽ, അതുപോലെ ടെന്റ് അടിച്ച് മരുഭൂമിയിലായിരിക്കുമ്പോൾ കാഹളം മുഴങ്ങുമ്പോൾ പലതരത്തിലുള്ള കാഹളമുണ്ട്. സമയമാം എന്നുള്ളൊരു കാഹളമുണ്ട്. പലതരത്തിലുള്ള കാഹളമുണ്ട്. ഓരോ കാഹളത്തിനും ഓരോ അർത്ഥമുണ്ട്. ഒരു കാഹളം മുഴക്കുമ്പോൾ ആമേൻ, പാളയത്തിലായിരിക്കുന്ന സകല മനുഷ്യരും എവിടെ ഇതാ എല്ലാവരും ഒരുമിച്ച് ഒരിടത്ത് കൂടും. മറ്റൊരു കാഹളം മുഴക്കുമ്പോൾ ഭക്ഷണത്തിനായി ഒരുമിച്ച് കൂടും. മറ്റൊരു കാഹളം മുഴക്കുമ്പോൾ മുറിഞ്ഞു കിടക്കുന്ന, കാലുകൾ മുറിവ് കെട്ടിക്കിടക്കുന്ന കുതിരകളെല്ലാം കൂടെ ചാടി എഴുന്നേൽക്കും. അതൊരു യുദ്ധകാഹളമാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുറപ്പെടാനുള്ള കാഹളമാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വയ്യായെങ്കിലും മേലായെങ്കിലും ശരീരം തളർന്നിരിക്കുന്നെങ്കിലും
ചാടി എഴുന്നേൽക്കാനുള്ള സമയമാ. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന പ്രിയ ദൈവവൈദ്യലെ, നമ്മൾ ചാടി എഴുന്നേൽക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. നമുക്കുള്ള പുറപ്പാടുള്ള സമയമായിരിക്കുന്നു. നമ്മൾ പുറപ്പെടും എന്നേക്കും ഇവിടെ കിടക്കാനുള്ളവരല്ല. നമുക്കൊരു പുറപ്പാടുണ്ട്. വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ്. കാഹളശബ്ദത്തിന്റെ പ്രത്യേകത അതാ. കാഹളശബ്ദം മുഴക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാമോ പറന്നുയരും. കാഹളശബ്ദം മുഴങ്ങുവാൻ സമയമായി. ാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഓർക്കുക, നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശു നമ്മളിലൂടെ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അവന്റെ മടങ്ങി വരവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടായില്ലേ? എനിക്കും സന്തോഷമുണ്ടായി. പക്ഷെ നമ്മൾ ഈ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ നമ്മൾ നിർബന്ധത്താൽ സുവിശേഷം പറയണം. നിർബന്ധത്താൽ മനഃപൂർവമായി പറയുന്നുവെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. നമുക്ക് പറയാൻ പോകാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ അയക്കുവാൻ തയ്യാറാകണം. നമുക്ക് മുട്ടിന്മേലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം. ചിലപ്പോഴെല്ലാവർക്കും പോകാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടച്ചാട്ടെ. എല്ലാവർക്കും ചിലപ്പോൾ പോകാൻ കഴിയത്തില്ല. എന്നാൽ നമുക്ക് ദേശത്തിനു വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയും. സുവിശേഷകന്മാരെ അയക്കാൻ കഴിയും. ഇന്ന് രാത്രി ദൈവമക്കളെ, ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യം നമ്മുടെ മേൽ, അവന്റെ ആണിപ്പാടേറ്റ കരം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പെന്തക്കോസ്ത് ദിവസത്തിൽ, പെന്തക്കോസ്ത് നാളിൽ മാളികാർ റൂമിൽ ഇറങ്ങി വന്നതുപോലെ, അഗ്നി ജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായതുപോലെ ദൈവത്തിന്റെ അത്ഭുത ശക്തി, ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെ മേലും ഇറങ്ങി വരട്ടെ. നമ്മൾ കൃപാപരങ്ങൾ ജ്വലിക്കട്ടെ. ദൈവിക ശക്തിയാൽ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കട്ടെ. ദൈവത്തിന്റെ തേജസ് കൊണ്ട് നമ്മൾ നിറയപ്പെടട്ടെ. നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ പറയട്ടെ, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, അതെ, ഇവനിൽ കപടമില്ല. അതെ, നമ്മൾ കാണുന്നവർ പറയട്ടെ, ഇവൻ ദൈവത്തിന്റെ പൈതലാണ്. ഇന്ന് രാത്രി ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. ദൈവം ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. രോഗികളായിരിക്കുന്നവരെ സൗഖ്യമാക്കട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ ആരംഭിക്കട്ടെ. ഈ വചനങ്ങളാൽ ഓരോരുത്തരെയും